വെറും ഇങ്ങനത്തെ ഒരു ടിഷ്യൂ പേപ്പർ മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ച് നോക്കി, തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാവിലും ഇതുപോലെ കൈയെത്തും ദൂരത്ത് തിങ്ങി നിറഞ്ഞ് ചക്ക നിറഞ്ഞു നിൽക്കും കേട്ടോ. പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്. പലർക്കും നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ട് അവർ അതേപോലെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ നമ്മളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കൊക്കെ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലത്തെ വൈറ്റ് പോട്ട്സുകൾ നമ്മുടെ അടുത്തുണ്ട്. ഒത്തിരി ആളുകൾ വീഡിയോസിലൊക്കെ കാണിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇതുപോലത്തെ ചട്ടിയൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഹായ് നിടുകയാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും. കോള് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ എവിടെയും വെക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ചട്ടികളാണ്. അപ്പൊ നമുക്കിതാ ഈ ഒരു പ്ലാവിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ പ്ലാവില് നോക്കുക, കണ്ടോ ഇതുപോലെ നിറയെ പൂപ്പല് പായലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെത്തി ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. അപ്പൊ ഇങ്ങനെ അതിന്റെ തൊലി ഒന്ന് കളയുക. തൊലി കളയുമ്പോൾ ഒരുപാട് വലിച്ച് ഇതാക്കരുത് കേട്ടോ. അതിന് ഇപ്പൊ ഒരു കത്തിയോ എന്തെങ്കിലും ചെറുതായിട്ട് ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ ചുരണ്ടി കളയുക. ഓവറായിട്ട് ചുരണ്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാവ് ഉണങ്ങി പോകും. അത് ഞാൻ എടുത്തു പറയാ. അപ്പൊ മെല്ലെ വേണം അതിന്റെ ആ തൊലി മാത്രം ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് തട്ടാതെ മെല്ലെ ഇങ്ങനെ ചുരണ്ടി എടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ ഓവറായിട്ട് പൂപ്പലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കുക കേട്ടോ. പ്ലാവിൽ നിങ്ങൾക്ക് എവിടെയാണ് ചക്ക വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മാസമാണ് ചക്ക ഉണ്ടാവുന്നതെങ്കിൽ ഈ മാസത്തിന്റെ മുന്നേ 2 മാസം മുന്നേ, ചക്ക ഉണ്ടാവുന്ന മാസത്തിന്റെ 2 മാസം മുന്നേ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ തറവാട്ടിൽ എൻ്റെ അച്ഛമ്മ പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ. ഞാനിത് വീഡിയോയിൽ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കാണുന്നവരൊക്കെ പറയാറുണ്ട് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇക്കൊല്ലം നിറയെ ചക്ക ഉണ്ടായി എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്നും കൂടി കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ പ്ലാവിന്റെ ഓവറായിട്ട് ചുരണ്ടി വലിച്ചെടുക്കരുത്. ചെറുതായിട്ട് തൊലി മാത്രം കളയുക. എടുത്ത് പറയുന്നത് അത് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലാവ് അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി. എന്നിട്ട് ഇതുപോലെ പച്ച ചാണകം എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കിയിട്ട് എടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം നന്നായിട്ട് ആ പച്ച ചാണകത്തിന്റെ സ്മെല്ല് നമ്മുടെ പ്ലാവിലേക്കാണ്ട് നല്ലതുപോലെ ഇതാവണം. എന്നിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. ചുരണ്ടി ഇപ്പൊ റൗണ്ടിൽ പ്ലാവിന്റെ വട്ടത്തിൽ ചുരണ്ടി എടുത്താൽ മതി. വൃത്തിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് പറ്റാതെ മെല്ലെ ചുരണ്ടി എടുത്തിട്ട് ഇതുപോലെ പച്ചച്ചാണകം നന്നായിട്ട് വെള്ളം ചേർത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ, ഒരു 2-3 ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ തേച്ച് പിടിപ്പിച്ച നമ്മൾ ഈ ഒരു പ്ലാവിൽ തേച്ച് പിടിപ്പിച്ചില്ലേ, ആ തേച്ച് പിടിപ്പിച്ച അവിടെ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പൊ ടിഷ്യൂ പേപ്പർ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഇത് എപ്പോഴാ ഊരി എടുക്കേണ്ടത്, ഇത് എപ്പോഴാ കളയേണ്ടതെന്നൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇതിങ്ങനെ വെച്ചാൽ മതി. ഇനി ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതെടുക്കുക. ഇനി അതല്ലെങ്കിൽ ഒരു തുണി എടുത്ത് കെട്ടി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ തുണി അയച്ചിട്ടാലും മതി കേട്ടോ. ഒന്ന് കുറച്ച് ദിവസം ഇങ്ങനെ കെട്ടി വെക്കുക. അപ്പൊ ഈ ഒരു നമ്മുടെ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നമുക്ക് സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ വെറുത്തനെ ചുമ്മാണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറന്നു പോരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കാരണം ആർക്കെങ്കിലും ഇത് ഹെൽപ്പ് ആണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. കാരണം തോട്ടിയും കമ്പൊക്കെ എടുത്തിട്ടായിരിക്കും പലരും ചക്ക എടുക്കുന്നത്, ഇപ്പൊ പറിച്ചെടുക്കുന്നൊക്കെ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇത് സിമ്പിളാണ് കേട്ടോ. ഒത്തിരി ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് റിസൾട്ട്. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ വന്ന് നിങ്ങൾ കമന്റ് ഇടാനും മറന്നു പോരുത് ഈ വീഡിയോ കാണുമ്പോൾ. അപ്പൊ പലരും നമ്മളെടുത്ത് വീഡിയോയിൽ പറയാതെ എടുത്തു വന്നിട്ടാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് പലർക്കും ഇത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ പറയാം. കണ്ടോ, നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ പച്ചച്ചാണകം നന്നായിട്ട് തേച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഒരു പ്ലാവിന്റെ ചോടാണ് ഇട്ടത്. ആ ചോട്ടിന്ന് കണ്ടോ ഇച്ചിരി ഇങ്ങനെ വിട്ട് നമ്മൾ ചെറുതായിട്ട് കുഴിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മണ്ണ് ജസ്റ്റ് ഒന്നിങ്ങനെ തടെടുത്ത് ചുറ്റും ഇങ്ങനെ തടെടുത്താലും മതി. ചെറുതായിട്ട് തടെടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള വളം, ഇപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി കളയുന്ന കഞ്ഞിവെള്ളം, മീൻ കഴുകിയ വെള്ളം, ചിക്കൻ കഴുകി എടുക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊരു ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇലകൾ ഇടുക. നല്ലതുപോലെ കട്ടി
കട്ടിയിൽ ഇല ഇട്ടിട്ട് പൊതയിട്ട് കൊടുത്താൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്യണം കേട്ടോ. ചുമ്മാ നിങ്ങൾ പിന്നെ ഈ ഒരു പേപ്പർ മാത്രം ഒട്ടിച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ച് വെച്ചാൽ പോരാ. ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. പുളിച്ച ചാണകവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമോ ഇതിന്റെ 4 ഭാഗത്തും ഇങ്ങനെ ചെറിയ കുഴി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചോട്ടിലിങ്ങനെ കുറച്ച് വിട്ട്, പ്ലാവിന്റെ ചോട്ടിലേക്ക് കൊടുക്കരുത്, കുറച്ച് വിട്ട് ഇങ്ങനെ തടെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കരിയില എടുക്കുക. കരിയില ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് കത്തിക്കുക. കത്തിച്ചിട്ട് ഓവറായിട്ട് കത്തിച്ചിങ്ങനെ പ്ലാവ് കരിയിച്ച് കളയല്ല, ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ആ തീ കെടുത്തിയിട്ട് പുകയ്ക്കുക. ഇങ്ങനെ ചെറുതായിട്ട് പുകയ്ക്കുക. അപ്പോൾ ആ പുകയ്ക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് തിരി പൊട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തിരി പൊട്ടുക എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ പറയുക. പിന്നെ ഇത് ഞാൻ പച്ചച്ചാണകം പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ എല്ലാത്തിൻ്റെയും ചൂട്ടിലിങ്ങനെ നമ്മുടെ ആ പ്ലാവിൻ്റെ ചൂട്ടിലൂടെ ഒക്കെ ഇങ്ങനെ വട്ടത്തിലോ എങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. ഒരിക്കലും പ്ലാവിൻ്റെ മുരട്ടിലേക്ക് കൊടുക്കരുത്, ഇച്ചിരി വിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്നും വരാം. ഓക്കെ ഫ്രണ്ട്സ്.